ഡൽഹിയിൽ ഇപ്പോൾ നാടകീയമായ ചില നീക്കങ്ങളാണ് ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നത്. അതായത് ഈ പാറ്റകൾ ഇപ്പോൾ ഒരു പ്രതിഷേധവുമായി നിൽക്കുകയാണ് ജന്തർ മന്ദിറിൽ. അപ്പോൾ അവിടെ ഇപ്പോൾ സോനം വാങ്ചുക് ഇപ്പോൾ അവിടെ നിരാഹാര സമരം ഇരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ ഒരു മരണത്തോട് അടുത്തെത്തുന്ന സമയത്താണ് സോനം വാങ്ചുക്കിന്റെ തന്നെ അഭിഭാഷകൻ കോടതിയിലേക്ക് ഒരു ഹർജി നൽകി അത്യാവശ്യമായിട്ട് മെഡിക്കൽ ഒരു പരിചരണം വേണം, ഇല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് പറഞ്ഞു. അവസാനം ഇന്നലോടുകൂടി തന്നെ ഡൽഹി പോലീസ് വന്ന സോനം വാങ്ചുക്കിനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ഈ CPM-ലെ നേതാക്കന്മാര് അല്ലെങ്കിൽ CPM-ലെ തന്നെ ചില പ്രവർത്തകർക്കൊക്കെ ചില കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥർ വലിയ ബഹുമാനം കൊടുക്കാറുണ്ട്. അതായത് ഇവരെ കാണുമ്പോൾ തലയിലുള്ള തൊപ്പിയും ഊരി വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് അവരുടെ കൈയും കാലും ഒക്കെ അവരെ പിടിച്ച് കസേരയിലിരുത്തി നാരങ്ങ വെള്ളം കൊടുത്ത് ചൂട് ചായയൊക്കെ കൊടുത്ത് അവരെ സൽക്കരിച്ചിരുത്തുന്ന ഒരു രീതിയുണ്ട് ഈ കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്ക് ഈ CPM നേതാക്കളെ കാണുമ്പോൾ. അങ്ങനെ ഇവരൊക്കെ എന്തോ ആണ് എന്നൊരു വിചാരത്തിലാണ് CPM-ലെ നേതാക്കന്മാർ കേരളത്തിൽ നടക്കുന്നത്. അങ്ങനെ ഇവർ ഡൽഹിയിൽ ചെന്നിട്ട് അവിടുത്തെ പോലീസുകാരോട് വലിയ രീതിയിൽ ഞാൻ CPM-ന്റെ നേതാവാണ്, ഞാൻ CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയാണ്, ഞാൻ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് ആണ്, എനിക്ക് സോനം വാങ്ചുക്കിനെ ഒന്ന് കാണണം, അതുകൊണ്ട് നിങ്ങൾ മാറൂ, എനിക്ക് അതിനുള്ള കാണാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുമെന്ന് മാത്രമേ ഈ രണ്ടുപേരും, അതായത് MA ബേബിയും അതോടൊപ്പം തന്നെ ജോൺ ബ്രിട്ടാസും അവിടുത്തെ പോലീസുകാരോട് പറഞ്ഞോളൂ. പറഞ്ഞ വാക്കിനെ രണ്ടിനെ കോറ പിടിച്ച് തൂക്കി ആശുപത്രിയുടെ പുറത്തേക്ക് എറിഞ്ഞു അമിത്ഷായുടെ പോലീസ്. അവരെ രണ്ടെണ്ണത്തിനെയും കണ്ടം വഴി ഓടിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ അവിടെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചെയ്തത്. കേരളത്തിലെ ചില DGP-മാരെ പോലെയും ചില പോലീസ് ഉദ്യോഗസ്ഥരെ പോലെയും ഇവരെ കാണുമ്പോൾ നട്ടല് വളഞ്ഞു നിൽക്കുന്ന രീതിയല്ല ഡൽഹിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന കാര്യം അവിടെ ഓർക്കണം. കാരണം പണ്ട് ദിവാകരൻ പറഞ്ഞ ഒരു മാസ് ഡയലോഗ് ഉണ്ട്. അതായത് അത് ജോൺ ബ്രിട്ടാസിനോടാണ് അന്ന് ദിവാകരൻ പറഞ്ഞത്. അതായത് ഡൽഹി ഭരിക്കുന്നത് ഇപ്പോൾ ആമ്പിള്ളാരാണ്, അല്ലാതെ കേരളത്തെ പോലുള്ള നട്ടലില്ലാത്തവരല്ല ഡൽഹി ഭരിക്കുന്നത്. അതുകൊണ്ട് ഡൽഹിയിൽ ചെന്ന് തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഷോ കാണിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ആമ്പിള്ളാര് നടുവ് ചവിട്ടി ഓടിക്കുമെന്ന് ദിവാകരൻ എന്ന് ജോൺ ബ്രിട്ടാസിനോട് MP ആയി രാജ്യസഭയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഉപദേശം നൽകിയിരുന്നു. ആ ഉപദേശം കൃത്യമാണ്, അത് കറക്റ്റ് ആണെന്ന് ജോൺ ബ്രിട്ടാസിന് ഇന്നലെ മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്, കൂടാതെ ഡൽഹി ഭരിക്കുന്നത് BJP ആണ്. നല്ല കരുത്തുറ്റ ടീമുകളാണ്. അതായത് ഒരപ്പുറത്ത് സിംഹവും ഒരപ്പുറത്ത് പെൺപുലിയുമാണ് ഡൽഹിയിലെ ഫുൾ ഭരണചക്രങ്ങളും തിരിക്കുന്നത് എന്നുള്ളത് ഇന്നലെയോടുകൂടി തന്നെ ജോൺ ബ്രിട്ടാസിന് മനസ്സിലായി. അതായത് അനിശ്ചിതകാല നിരാഹാര സമരത്തെ തുടർന്ന് സദൻ ജഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സന്ദർശിക്കാനെത്തിയ CPM പ്രതിനിധി സംഘത്തിന് ആശുപത്രി അധികൃതർ അനുമതി പൂർണ്ണമായും നിഷേധിച്ചു എന്ന ഒരു രീതിയാണ് ഇന്നലെ ഉണ്ടായത്. CPM ജനറൽ സെക്രട്ടറി MA ബേബി, രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് എന്നിവരടങ്ങിയ സംഘമാണ് ആശുപത്രിയിൽ എത്തിയത്. വാങ്ചുക്കിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രതിനിധി സംഘം അദ്ദേഹത്തെ നേരിൽ കണ്ട് പിന്തുണ അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും സുരക്ഷ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രി നടപടികൾ വലിയ രീതിയിൽ ഒരു സുരക്ഷ ഇപ്പോൾ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേകതര സുരക്ഷാ വിന്യാസം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ചൂണ്ടിക്കാട്ടി നിങ്ങൾക്ക് സന്ദർശനം അകത്തേക്ക് പോവാനോ വാങ്ചുക്കിനെ സന്ദർശനം നടത്താനോ പറ്റില്ല എന്ന് പോലീസ് ഇവരെ രണ്ടുപേരെയും അറിയിച്ചു. പക്ഷേ പറ്റത്തില്ല, ഞാൻ രാജ്യസഭാ MP ആണ്, ഞാൻ CPM-ന്റെ ജനറൽ സെക്രട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ കാണിക്കുന്ന ഷോ ആണ് ഇവർ രണ്ടുപേരും അവിടെ ചെന്ന് കാണിച്ചപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ കോളറിൽ പിടിച്ച് ആശുപത്രിയുടെ പുറത്തേക്ക് എറിഞ്ഞത്. തുടർന്ന് വാങ്ചുക്കിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് കത്ത് കൈമാറിയതായി CPM വൃത്തങ്ങൾ അറിയിച്ചു. അതോടുകൂടി അവിടെ ആ നാടകം അതോടുകൂടി അവസാനിച്ചു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ ആരോപിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജൂൺ 28 മുതലാണ് സോനം വാങ്ചുക് അനിശ്ചിതകാല നിരാഹാര സമരത്തിലായിരുന്നത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശവും മെഡിക്കൽ വിദഗ്ധരുടെ ശുപാർശയും അടിസ്ഥാനമാക്കി ശനിയാഴ്ച പുലർച്ചെയാണ് ഡൽഹി പോലീസ് അദ്ദേഹത്തെ ജന്തർ മന്ദിറിൽ നിന്ന് സദൻ ജഗ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതേസമയം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റിയ നടപടിക്കെതിരെ ഭാര്യ ഗീതാഞ്ജലി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കുടുംബത്തിന്റെയും അദ്ദേഹത്തിന്റെ ചികിത്സയും ആ ഡോക്ടർമാരുടെ ഒന്നും എനിക്ക് താല്പര്യമില്ല, നമ്മൾ പറയുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, നമ്മൾ പറയുന്ന ഡോക്ടർമാരൊക്കെ ചികിത്സിക്കണമെന്നാണ് ഗീതാഞ്ജലി ആവശ്യപ്പെട്ടത്. മറുവശത്ത് ഹൈക്കോടതി ഉത്തരവ് പാലിച്ചും ആരോഗ്യനില പരിഗണിച്ചുമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ഡൽഹി പോലീസ് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ആശുപത്രി അധികൃതർ തന്നെ ഒരു ബുള്ളറ്റിൻ പുറത്തിറക്കിയിട്ടുണ്ട്. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനിലയിൽ വലിയ
പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എല്ലാം ഇപ്പോൾ നോർമലായി വരുന്നുണ്ട്. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ശരീരത്തിൽ കുറച്ച് ചില ഒരു വീക്കായ ആരോഗ്യനില കുറച്ച് ഒന്ന് വീക്കായി ഒന്ന് താഴ്ന്നു. അത് കുഴപ്പമില്ല. 2 ദിവസം നല്ല പ്രോട്ടീൻ ഉൾപ്പെടെയുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് ക്രമേണ ആരോഗ്യനിലയൊക്കെ മെച്ചപ്പെട്ട് വരും. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആവശ്യമുള്ള മരുന്നുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ജോൺ ബ്രിട്ടാസിനെയും അതോടൊപ്പം തന്നെ എം എ ബേബിയും അടക്കം ഇപ്പോൾ പോലീസ് അടിച്ചോട്ടിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ വൈറലായി തന്നെ കാണുന്നു. സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ കത്തിക്കയറുന്ന ഒരവസ്ഥയിലാണ്. അത് കേരളത്തിൽ കാണിച്ച അതേ തൻ്റെയിടവും അതേ കയ്യൂക്കും കൊണ്ട് നേരെ ഡൽഹിയിലേക്ക് ചെന്ന് അമിത്ഷായുടെ പിള്ളേരോട് കാണിക്കാൻ ചെന്നപ്പോൾ അവർ കൊങ്ങയ്ക്ക് പിടിച്ച് പുറത്തേക്ക് എറിയുന്ന ഒരു കാഴ്ച ആകപ്പാടെ CPM-ന് വല്ലാത്തൊരു നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. കാരണം 2 ദിവസത്തിന് മുമ്പെയാണ് ഈ എം എ ബേബി അടക്കമുള്ളവർ, ഡി രാജ അടക്കമുള്ളവർ ഡൽഹിയിലെ ചൈനീസ് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുമായി ഒരു ആശയവിനിമയം നടത്തി അവരുമായി ഒരു ചർച്ച നടത്തിയതിനു ശേഷമാണ് പാർട്ട പാർട്ടികളുടെ സമരവേദിയിലെത്തി അവർക്ക് പിന്തുണയും ഐക്യദാർഢ്യവും ഒക്കെ പ്രകടിപ്പിക്കുകയും ഈ ഒരു സമരമൊക്കെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സമരമൊക്കെ അവർ എങ്ങനെ നമുക്കൊരു ശ്രദ്ധ മാധ്യമങ്ങളുടെ മുന്നിൽ നമുക്ക് എങ്ങനെ ഒരു ശ്രദ്ധ കിട്ടും, ഒരു ശ്രദ്ധാ വിഷയമായി മാറാം എന്നൊക്കെ അവർ ചിന്തിച്ചതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഈ ജോൺ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ എം എ ബേബിയും പോകുന്നത്. അതിൽ ഈ എം എ ബേബിയുടെയൊക്കെ ഒരു നിപ്പ് കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഒക്കെ മനസ്സിൽ ഒരു തീക്കരൽ വരി കോരിയിടുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ സംസ്ഥാനത്ത് ഒരിടത്ത് പോലും, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും CPM ഇപ്പോൾ ഭരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പട്ടിയുടെ വില പോലും ആരും ഇപ്പോൾ നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.